ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളിന്ന് റിവ്യൂ ചെയ്യുമ്പോൾ നമ്മുടെ സ്ലൈസ് ബാങ്കിൻ്റെ ആപ്പിനെ കുറിച്ചാണ്. നിങ്ങൾക്കറിയാം സ്ലൈസ് ഇപ്പോൾ ഒരു ബാങ്കാണ്, അതുകൊണ്ട് തന്നെ അവരുടെ ആപ്പ് ഇപ്പോൾ ഒരു ബാങ്കിങ് ആപ്പ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. സ്ലൈസ് ഇപ്പോൾ ഒരു സ്മോൾ ഫിനാൻസ് ബാങ്കാണ്. നോർത്ത് ഈസ്റ്റ് സ്മോൾ ഫിനാൻസ് ബാങ്കുകൾ അവർ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ബാങ്കിങ് ലൈൻസ് ഇപ്പോൾ സ്ലൈസിൻ്റെ കയ്യിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ഇപ്പോൾ ഒരു UPI ക്രെഡിറ്റ് കാർഡും ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറേ പേർക്ക് ഇപ്പോൾ ഇൻവിറ്റേഷൻ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മിക്ക ആൾക്കാർക്കും വിത്തൗട്ട് ഇൻകം പ്രൂഫ് ഈസി ആയിട്ട് തന്നെ ഇൻസ്റ്റൻറ്റ് അപ്രൂവലും കാര്യങ്ങളൊക്കെ ആവുന്നുണ്ട്. അപ്പോൾ അതിന് നിങ്ങൾ വേണ്ടത് ഓൾറെഡി സ്ലൈസ് ബാങ്കിൻ്റെ കസ്റ്റമർ ആവാന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇത് അപ്ലൈ ചെയ്യാനുള്ള നമ്മുടെ റെഫറൽ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. ഇതൊരു സീറോ ബാലൻസ് അക്കൗണ്ട് ആണ് കേട്ടോ. ഇതിൽ ഫണ്ടിങ്ങോ ഇനീഷ്യൽ ഫണ്ടിങ്ങോ അല്ലെങ്കിൽ എന്താ പറയുക മെയിൻ്റനൻസ് ചാർജോ അങ്ങനെ പരിപാടികളൊന്നുമില്ല. അതുപോലെ തന്നെ നല്ല ഇൻട്രസ്റ്റ് റേറ്റും ഉണ്ട്. സേവിങ്സ് അക്കൗണ്ട് അങ്ങനെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 5.5% വരെ നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടുന്നുണ്ട് അക്കോർഡിംഗ് ടു റെപ്പോ റേറ്റ് RBIയുടെ. ഇപ്പോൾ FD ആണെങ്കിൽ 8.5% കിട്ടുന്നുണ്ട്. ഞാൻ ആക്ച്വലി ഇതിൽ നമ്മൾ FD ഇട്ടിട്ടുണ്ട്, ഞാൻ കാണിച്ചുതരാം എന്തായാലും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഞാൻ യൂസ് ചെയ്ത് തുടങ്ങിയിട്ട് കുറച്ച് മാസങ്ങളായിട്ടുണ്ട്. എനിക്ക് ആക്ച്വലി UPI ക്രെഡിറ്റ് കാർഡ് അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് വന്നിട്ടില്ല കേട്ടോ, ഇൻവിറ്റേഷൻ വന്നിട്ടില്ല. വരുമ്പോൾ ഞാൻ അതിൻ്റെ സെപ്പറേറ്റ് വേറെ എടുക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് മെസ്സേജ് ഇങ്ങനെ അയച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് വാട്സപ്പിലും. അപ്പോൾ എന്തായാലും ഇതാണ് നമുക്ക് ആപ്പ് തുറന്നു വരുമ്പോൾ ഫസ്റ്റ് തന്നെ അവർ കാണിക്കുന്നത് അവരുടെ UPI ലിങ്കുകളാണ്. അപ്പോൾ ഇതിൽ നമുക്ക് UPI പേയ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ചെയ്യാം. നമുക്ക് UPI ക്രെഡിറ്റ് കാർഡ്സ് ആഡ് ചെയ്യാം. നമുക്ക് ആഡ് ചെയ്യുമ്പോൾ നമുക്കൊരു നമുക്കിതിൽ അല്ലെങ്കിൽ നമ്മളിതിൽ കൂടെ ഒരു പേയ്മെൻറ്റ് നടത്തി കഴിഞ്ഞാൽ നമുക്ക് ഇവരൊരു സ്ലൈസിൻ്റെ ഒരു ഗെയിം ഉണ്ട്. ആ ഗെയിം ത്രൂ നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടാനുള്ള ആ ഗെയിം കളിച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടും. അങ്ങനത്തെ പരിപാടിയായിട്ടൊരു സംഭവം കിട്ടും. എന്ത് ട്രാൻസാക്ഷൻ ചെയ്താലും നമുക്ക് കിട്ടും കേട്ടോ. ഈ നെറ്റ് ഓഫ് ചെയ്തത് വർക്ക് ചെയ്യില്ല, അതാ കുഴപ്പം. അപ്പോൾ സ്ലൈസിൻ്റെ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ഇതിൽ നമുക്ക് മൾട്ടിപ്പിൾ ഫീച്ചേഴ്സുകൾ അവൈലബിൾ ആണ്. ഇതിന് താഴെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ ഫീച്ചേഴ്സ് അവൈലബിൾ ആണ്. നമുക്കിതിൽ അടുത്ത പേജിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെയാണ് സ്ലൈസ് UPI കാർഡിൻ്റെ സംഭവങ്ങളൊക്കെ വരാൻ പോകുന്നത്. പിന്നെ സ്ലൈസിൻ്റെ ലോണിൻ്റെ ഫീച്ചർ അടുത്ത പേജിൽ നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ ട്രാൻസാക്ഷൻ കാര്യങ്ങളൊക്കെ കാണാം. ഫസ്റ്റ് പേജിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഇപ്പോൾ ഇതിൽ ഓൾമോസ്റ്റ് ഒരു 5000 രൂപ കൊടുക്കുന്നുണ്ട്. പിന്നെ FD ഞാൻ ഓൾമോസ്റ്റ് ഒരു 1 lakh ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് ഇവിടെ കാണാം. അപ്പോൾ അതിൻ്റെ ഡെപ്പോസിറ്റ് നിങ്ങൾക്ക് എത്ര ഡെയിലി ഇൻട്രസ്റ്റിൽ കാണിക്കണം, ഡെയിലി ഇൻട്രസ്റ്റ് ക്രെഡിറ്റ് വരും നമുക്ക്. പിന്നെ ഈ അടുത്ത പേജിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു എക്സ്പ്ലോർ സെക്ഷൻ കാണാം, ബിൽ പേയ്മെൻറ്റ്സും. ഇവിടെയാണ് ഞാൻ പറഞ്ഞത് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്കിവിടെ കണ്ടു എനിക്ക് കുറേ ഗെയിംസ് കളിക്കാൻ കിട്ടുന്നുണ്ട്. ആ ഗെയിംസ് നമുക്ക് കറക്റ്റ് കളിച്ച് കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ ജസ്റ്റ് കുറേ ഞാൻ പറഞ്ഞ ഇതിപ്പോൾ കാണിച്ചു തരാനൊന്നും പറ്റില്ല, അത് കാണിച്ചു തന്നാൽ എൻ്റെ ചാൻസ് പോകുമെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു ഗെയിമാണ്. എന്നാൽ ആകാശത്ത് നിന്ന് കുറേ അങ്ങനെ സ്റ്റാർ വരും. ആ സ്റ്റാർ നമ്മൾ ഒരു ബോംബ് അതിനെ കൂടെ വരും. അത് തൊടാണ്ട് അത് കട്ട് ചെയ്ത് കളിക്കണം. അത് കട്ട് ചെയ്ത് കളിക്കുമ്പോൾ നമുക്ക് പോയിന്റ്സ് കിട്ടും. എനിക്ക് മാക്സിമം 50-60 രൂപ വരെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ റീസെൻ്റ്ലി കുറേ ഒന്നും കിട്ടുന്നില്ല, എല്ലാം ഫെയിലായി പോവാണ്, ഗെയിം ഓവറായി പോവാണ്. അപ്പോൾ അവർ കുറച്ച് കട്ടി കൂട്ടിയിട്ട് ഇപ്പോൾ പിന്നെ നിങ്ങൾക്ക് ഇവിടെ എൻ്റെ മുകളിൽ തന്നെ കാണുന്നുണ്ടായിരിക്കും കേട്ടോ, യു ആർ ലീഡിങ് ദിസ് മന്ത് എന്ന് പറഞ്ഞാൽ എനിക്ക് ഓൾമോസ്റ്റ് 1000 രൂപ തന്നെ ഇപ്പോൾ തന്നെ കിട്ടി ക്യാഷ് ബാക്ക് ആയിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയാൻ കാരണം. പിന്നെ UPI സംഭവങ്ങൾ വരുന്നുണ്ട്, ട്രാൻസ്ഫർ ഫെസിലിറ്റീസ് വരുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിൽ ഡെബിറ്റ് കാർഡ് ഫെസിലിറ്റിയും പാസ്ബുക്ക് ഫെസിലിറ്റിയും സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഡെബിറ്റ് കാർഡ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫിസിക്കൽ ഡെബിറ്റ് കാർഡ് എടുത്താൽ മതി. ഓൾറെഡി വെർച്വൽ കാർഡ് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. ഫിസിക്കൽ ഡെബിറ്റ് കാർഡ് കിട്ടുമ്പോൾ നമുക്ക് ഇനീഷ്യലി ഒരു ചാർജ് വരും. വേറെ സംഭവങ്ങളൊന്നുമില്ല. അപ്പോൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ ഒരു ഈസി ഫ്രണ്ട്ലി ആർക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സൂപ്പർ ആപ്പ് എന്ന് വേണമെങ്കിൽ തന്നെ പറയാൻ സാധനത്തിന് കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ബിൽ പേയ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ചെയ്യാൻ കണ്ടോ. ഓൾമോസ്റ്റ് എല്ലാ ബിൽ പേയ്മെൻറ്റ് സംഭവങ്ങളും ഇതിലുണ്ട്. റീചാർജസ്, ഫാസ്ടാഗ്, ഇലക്ട്രിസിറ്റി ബിൽ പേയ്മെൻറ്റ്, ക്രെഡിറ്റ് കാർഡ് ബിൽ പേയ്മെൻറ്റ്, ബ്രോഡ്ബാൻഡിൻ്റെ ബിൽ പേയ്മെൻറ്റ്, പോസ്റ്റ് പെയ്ഡ് ബിൽ പേയ്മെൻറ്റ്, ഇൻഷുറൻസ്, ലോണ്, NPS അവിടെയൊക്കെ ഉള്ളത്, വാട്ടറിൻ്റെ ബില്ല്, പൈപ്പ് ഗ്യാസിൻ്റെ ബില്ല്, സിലിണ്ടറിൻ്റെ ബില്ല്, DTH, കേബിൾ ടി എല്ലാം മോസ്റ്റ്ലി എല്ലാ സംഭവങ്ങളിലും വരുന്നുണ്ട്. എഡ്യൂക്കേഷൻ ഫീസ്, സബ്സ്ക്രിപ്ഷൻ ഫീസ്, എല്ലാ പരിപാടികളും വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഭയങ്കര ഈസിയാണ്, ഭയങ്കര യൂസർ ഫ്രണ്ട്ലി ആണ്. അപ്പോൾ അത്യാവശ്യം അത്യാവശ്യം ഏജ് ആൾക്കാർക്ക് പോലും ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ആപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്ന, എനിക്ക് നല്ല എക്സ്പീരിയൻസ് ആണ് ഇത്രയും കാലം പ്രൊവൈഡ് ചെയ്ത് കിട്ടിയത്. ആകെ ഒരു നെഗറ്റീവ് എന്ന് പറയാനുള്ളത് നമുക്ക് ഇത്ര കാലമായിട്ട് അവരുടെ UPI ക്രെഡിറ്റ് കാർഡ് അപ്ലൈ ചെയ്യാൻ ലിങ്ക് കിട്ടിയിട്ടില്ല, അത്രേ ഉള്ളൂ. ഇൻവിറ്റേഷൻ കിട്ടിയിട്ടില്ല. അത് മാത്രമേ എനിക്കൊരു നെഗറ്റീവ് പറയാനുള്ളൂ. ബാക്കിയെല്ലാം ഓവറോൾ ഹൈലി തംസപ്പ് തന്നെയാണ് കേട്ടോ. എന്ന് വെച്ചാൽ ഡെയിലി ക്രെഡിറ്റ് കറക്റ്റായിട്ട് വരുന്നുണ്ട്. ഇപ്പം നമുക്ക് ഇത്രയും 5.5% നമുക്ക് ഒരു ബാങ്കിൻ്റെ സേവിങ്സ് അക്കൗണ്ടിൽ ഇപ്പോൾ കിട്ടുന്നില്ല. അത് റെപ്പോ റേറ്റ് അനുസരിച്ച് മാറും, അത് വേറെ കാര്യം. പക്ഷെ എന്നാലും കിട്ടുന്നില്ല. അതൊരു നല്ലൊരു സംഭവം തന്നെയാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾ ബാക്കിയുള്ള ബാങ്ക് അക്കൗണ്ടിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ഭയങ്കര 10,000 രൂപയൊക്കെ ചിലപ്പോൾ മിനിമം ബാലൻസ് കീപ്പ് ചെയ്യേണ്ടി വരും, 3%-നും 2%-നൊക്കെ. അപ്പോൾ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അതിന് ഓൾമോസ്റ്റ് ഡബിൾ നമുക്ക് കൂടെ കിട്ടുന്നുണ്ട്. അപ്പോൾ അതും ഒരു പ്ലസ് പോയിന്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഓവറോൾ നോക്കി കഴിഞ്ഞാൽ ഞാൻ എന്തായാലും ഹൈലി റെക്കമെൻഡ് ചെയ്യും. നിങ്ങൾ ഈ ഹൈ മിനിമം ബാലൻസ് ഉള്ള അക്കൗണ്ടൊക്കെ കീപ്പ് ചെയ്യാനായിട്ടും എന്തുകൊണ്ട്
അക്കൗണ്ടും ബെറ്ററാണ്. അതുപോലെ തന്നെ സീറോ ബാലൻസ് അക്കൗണ്ട് എടുത്ത് വെക്കുന്നുണ്ട്. ഞാൻ കുറേ സീറോ ബാലൻസ് അക്കൗണ്ട് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇങ്ങനത്തെ സീറോ ബാലൻസ് അക്കൗണ്ടുകളാണ് ഞാൻ നോർമലി ഇപ്പോൾ എന്താ പറയുക അൺനോൺ അല്ലെങ്കിൽ ഷോപ്പിംഗ് ഇപ്പോൾ UPI പേയ്മെൻറ്റ്സിനൊക്കെ ഉപയോഗിക്കുന്ന ബാങ്ക് അക്കൗണ്ടുകൾ. നിങ്ങൾക്കറിയാം ഇപ്പോൾ ഇഷ്ടംപോലെ ബാങ്ക് അക്കൗണ്ട് ഇതുപോലെ ഫ്രോഡ് ക്യാഷ് വന്നിട്ടൊക്കെ അക്കൗണ്ട് ഫ്രീസ് ആവുന്ന പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരിക്കലും പ്രൈമറി അക്കൗണ്ട് ഉപയോഗിക്കാണ്ടിരിക്കുക. സാലറി വരുന്നതോ അല്ലെങ്കിൽ മെയിൻ എമൗണ്ട് വരുന്നതോ ബിസിനസ് ഇൻകം വരുന്നതോ ഒക്കെ ആയിട്ട് ഉപയോഗിക്കാണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇതെന്തായാലും ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അത് അപ്ലൈ ചെയ്യാൻ നമ്മുടെ റെഫറൽ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ അപ്ലൈ ചെയ്യാൻ നിങ്ങളുടെ ആധാർ കാർഡും പാൻ കാർഡും മാത്രം മതി. ലാസ്റ്റ് അതിൻ്റെ സ്റ്റെപ്പിലായിട്ട് വീഡിയോ KYC ഓപ്ഷൻസും വരും. വീഡിയോ KYC കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻസ്റ്റൻ്റ്ലി തന്നെ താനമേ അക്കൗണ്ട് ആക്റ്റീവ് ആവും. പിന്നെ ഫിസിക്കൽ കാർഡ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ആപ്പിൽ കൂടെ തന്നെ ഓർഡർ ചെയ്യാം. അത്രേ ഉള്ളൂ. അപ്പോൾ വൈൻഡപ്പ് ചെയ്യാം, അടുത്ത് വിളയണം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാനാണ് പേര് ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റ് ആണ്. നമ്മൾ ടെക് ഫിനാൻഷ്യൽ എക്സ്പീരിയൻസ് ആണ്, ക്വാളിഫൈഡ് ആണ്. ഞാൻ സ്മാർട്ട് ഫോൺ അയച്ച ഫീൽഡൊക്കെ വർക്ക് ചെയ്തതാണ്. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതിയിട്ടാണ്. നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിൽ അവൈലബിൾ ആണ്, നിങ്ങൾക്ക് അതിലും വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം. ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ വാട്സാപ്പ് നമ്മുടെ ടെലിഗ്രാം ചാനൽ പേജും ഫോളോ ചെയ്യുക. നമ്മുടെ വെബ്സൈറ്റ് ajanvi.banksupport.in നിങ്ങൾക്ക് അതുകൂടെ ക്രെഡിറ്റ് കാർഡ്സുകളും ബാങ്ക് ലോൺസും ഒക്കെ അപ്ലൈ ചെയ്യാം. ഈസി ആയിട്ട് തന്നെ അപ്ലൈ ചെയ്യാം കേട്ടോ. വൈൻഡപ്പ് ചെയ്യാം. അത്